ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അയ്യപ്പ ടെമ്പിളിൻ്റെ അടുത്തുള്ള നമ്മുടെ ജസ്റ്റ് വീടിൻ്റെ അടുത്താണ് ഇതുള്ളത്, കോർണർ ഹബ്ബിലേക്കാണ്. ഇത് ഓൾറെഡി നമ്മളൊരു പ്രാവശ്യം പോയതാണ്, ബട്ട് ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ഇവിടെ പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇറ്റ് ഈസ് വെരി എന്താ പറയുക, ടേസ്റ്റിയാണ്. ഇവർ ലിമിറ്റഡ് ഫുഡാണ്, കുറച്ച് ഒരുപാട് സ്പേഷ്യസോ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ഒരു ചെറിയ കടയിലാണ് ഇവരിത് റൺ ചെയ്യുന്നത്. ആൻഡ് നല്ല വെറൈറ്റീസ് ഓഫ് എന്താ പറയുക, പാസ്താസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മളൊരു ചോക്ലേറ്റിൻ്റെ ഒരു മിൽക്ക് ഷേക്കാണ് മേടിച്ചിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് എന്താ പറയുക, ചോക്ലേറ്റിൻ്റെ കിറ്റ്കാറ്റാണെന്ന് തോന്നുന്നു, അതെല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് അത് വാങ്ങിച്ചു കൊടുത്ത്. സോ അവർ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അത് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചത്. ഇവർ ലൈക്ക് വാവ്, വെരി ടേസ്റ്റി എന്നൊക്കെയാണ് ആദ്യകൂട്ടം പറഞ്ഞിരിക്കുന്നത്. ദെൻ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചിക്കൻ്റെ നഗറ്റ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അത് മയനീസിലൊക്കെ മുക്കി, അതും അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ് ഈ പാസ്ത. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. അപ്പോൾ ഇതും നമ്മൾ മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അമ്മ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മഹേഷ് ഏട്ടനും മമ്മിയും കൂടെ കേട്ടില്ല, ഓടിയിങ്ങി പോകുന്നു. ശരി, എന്നാൽ പിന്നെ നമുക്കും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ചേട്ടനൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് എന്താണ് ഇവർ കാണിക്കുന്നതെന്നുള്ള രീതിയിലാണ്. അങ്ങനെ പിന്നെ നമ്മൾ ചേട്ടൻ എന്ത് ചെയ്തു, ഒരു അവക്കാഡോ ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചേട്ടൻ പിന്നെ എവിടെ പോയാലും അതാണ് മേടിക്കാറ്, ബട്ടർ ഫ്രൂട്ട്. പിന്നെ നമ്മുടെ സ്റ്റീംഡ് വാട്ട് ഇസ് ദാറ്റ്, മൊമോസ്. അപ്പം അതും വന്നു. അതും വളരെ ടേസ്റ്റി. ഇവിടുത്തെ പനീറാണ് കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അമ്മു ലാസ്റ്റ് നമ്മളിതെല്ലാം കഴിച്ച് അവൾ അവിടുത്തെ റിവ്യൂ ഒക്കെ കൊടുത്ത്, അവൾ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് കൊടുക്കാറ്. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു. അയാളോട് പറഞ്ഞു ഇതൊക്കെ ഇമ്പ്രവൈസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ എന്ത് ചെയ്തു, നമ്മുടെ അവിടെ തന്നെ നേരെ നടക്കുമ്പോൾ നമുക്കൊരു പാർക്ക് കാണാം. സോ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഈ ഒരു ഏരിയ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിശയമായിപ്പോൾ കേട്ടോ. ഞങ്ങൾ ലോങ് ഗ്യാപ്പ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഏരിയയിലോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു നല്ലൊരു സെറ്റപ്പാണ് ആക്കിയിരിക്കുന്നത്. മയിലിൻ്റെ ചിത്രങ്ങളൊക്കെ കൊടുത്ത്, ആൻഡ് ഇവിടെ താറൊക്കെ ഇട്ട്, ഈ റോഡൊക്കെ നല്ല രസമുണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും സൈക്കിളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ഈ ഏരിയ ചൂസ് ചെയ്താൽ മതി. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ആരോ പറഞ്ഞു തന്നു അവിടെ ഒരു പാർക്കുണ്ടെന്ന് പറഞ്ഞപ്പം ശരി, ഞങ്ങൾ നേരെ നടന്ന് പോയപ്പോഴാണ് ഇവിടെ ഒരു പാർക്ക് കണ്ടത്. അപ്പം ഞങ്ങളും ഇത് മുന്നേ ശ്രദ്ധിച്ചിരുന്നില്ല. ബട്ട് കുട്ടികൾക്കൊക്കെ ആയിട്ട് നമുക്കിപ്പം ഭയങ്കര ദൂരെയൊന്നും പോകാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ അയ്യപ്പ ടെമ്പിൾ ഏരിയയിൽ ഈ ഒരു പാർക്കുള്ളതാണ്. 2 സെക്ഷനായിട്ടായുള്ളത്. ഒരു നടക്കാനുള്ള സംഭവം പ്ലസ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഇതുമുണ്ട്. അതാണ് നിങ്ങൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. പോലെ ഈ പൂവിൻ്റെ റൗണ്ടിൽ കൂടെ കിട്ടുന്നത് ഇവിടെ ഈ പൂവ് നല്ല പൂവ്. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ, എല്ലാവരുടെയും പുറം പിടിച്ചോണ്ട് നടക്കുക. പക്ഷേ അതെല്ലാവരുടെയും പുറം പിടിക്കുക. ഇങ്ങോട്ട് വലിയ വീട്
എവിടെയാ പോകും? എന്തൊക്കെ കേരളം അവിടെ പക്ഷെ എല്ലാം വലിയ കൊച്ചുങ്ങളെ ഇതുവഴി അവരെ ഒരഞ്ഞു വരുന്നതൊക്കെ കയറാം. കൈ ഫ്ലിപ്പാതിരിക്കണ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് വലിയ കുട്ടികളൊന്നും കളിക്കാൻ പാടില്ല. വലിയ കുട്ടിയല്ലേ. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കുന്നില്ലേ. അങ്ങനെ കുട്ടികൾ കുറേ നേരം ഇവിടെ എല്ലാം കളിച്ച് ഞങ്ങൾ ഓൾമോസ്റ്റ് ഇരുട്ടാറായി. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താ നല്ല കപ്പയും ചിക്കൻ കറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് അങ്ങ് അടിച്ച് കയറ്റി ഗൈസ്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ഹാവ് എൻജോയ്ഡ് ദിസ് വീഡിയോ. അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ ആൻഡ് ബൈ, ടേക്ക് കെയർ.